ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലേണിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെക്സ്റ്റ് ബുക്സ് അല്ലേ. It's about curiosity, creativity, and courage. So you have to share your learning method, the uniqueness of your learning method, and your challenges, the challenges you face. Okay, so let's start. ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങളുടെ ആദ്യത്തെ 4 minutes ഈച്ച് ഓഫ് യു നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. 4 minutes ആണ് ഒരാൾക്ക്, ഒരു സ്റ്റുഡൻറ്റിന് ആദ്യം പ്രസന്റ് ചെയ്യാനുള്ളത്. പിന്നീട് നിങ്ങൾക്ക് തന്നെ പരസ്പരം ചോദിക്കാനുള്ള അവസരങ്ങളാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ബൈ 1 ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലേണിംഗ് മെത്തേഡ്സും നിങ്ങളുടെ ചാലഞ്ചസും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത മീൻസ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Who will break the ice? Yes, Elona Rose is going to start her talk, her mind talk. Okay, let's welcome her. I welcome you, Elona, very warmly. Okay, you can start, unmute your audio and start. Thank you, sir, for welcoming me. So, I'm Elona Rose. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാ പഠിക്കണേന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. So, good evening to everyone. So, ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സോ 8ാം ക്ലാസ് വരെ ഞാൻ ഫോളോ ചെയ്യണ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഫുള്ള് ബൈഹാർട്ടായിരുന്നു പഠിക്കുന്നത്. പക്ഷെ വലിയ ക്ലാസ്സിലേക്ക് വരുന്തോറും എനിക്ക് മനസ്സിലായി ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ല എന്ന്. പിന്നെ ഞാൻ ഓരോ സെന്റൻസും പഠിക്കുമ്പോൾ ആ ഒരു സെന്റൻസസ് ഒക്കെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങും. അതായത് മലയാളത്തിലേക്ക് ഓരോ സെന്റൻസും കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ഞാനത് പഠിക്കും. അതുപോലെ ഞാൻ പഠിക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ ഞാൻ ലൈക്ക് ഒച്ചയ്ക്ക് വായിച്ചാണ് പഠിക്കുന്നത്. അതായത് ഒച്ചയ്ക്ക് പറഞ്ഞു പഠിക്കും. എനിക്ക് പയ്യെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയിലൊന്നും കയറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒച്ചയെടുത്ത് പഠിക്കും. ആ സമയത്തൊക്കെ അമ്മ എൻ്റെ റൂമിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അമ്മ വാതിലൊക്കെ അടച്ച് വെക്കാറുണ്ട്, ഒച്ച സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വാതിലടച്ചിരുന്ന് ഒച്ചയ്ക്ക് ഇരുന്നാണ് പഠിക്കാറ്. അപ്പൊ എനിക്ക് കൂടുതലും എൻ്റെ തലയിൽ ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യും, അതേപോലെ എനിക്ക് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഞാൻ ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഓരോ സെന്റൻസ് വരുമ്പോൾ ചിലപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല സെന്റൻസസ്. അപ്പോൾ ഞാൻ അത് വിഷ്വലൈസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒബ്ജക്ട്സ് ഒക്കെ ഇവിടെ എൻ്റെ നിയർലി പേനയും പെൻസിൽ ബോക്സ് ഒക്കെ ഇരിപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ച് ഇതാണ് ഈ വേർഡ്, ഇതാണ് ഈ ഇന്ന വേർഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ പഠിക്കും. അപ്പൊ എക്സാം ഹാളില് ഈ വേർഡ് ആയിരുന്നു ആ ബോക്സ്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാവും ഇതാണ് ആ വേർഡ്, ഇതാണ് ആ സെന്റൻസിന്റെ തുടക്കം എന്ന് മനസ്സിലാവും. പിന്നെ ഈ എക്സാമിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ടേം 1 എക്സാം ആയിക്കോട്ടെ, പീരിയോഡിക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും ഞാൻ തലേദിവസം ഇരുന്ന് പഠിക്കും. അതിന് മുമ്പ് ചിലപ്പോൾ ഇത് പഠിക്കും. എന്നാലും എക്സാമിന്റെ അന്ന് രാവിലെ വെളുപ്പിന് അലാറം വെച്ച് 4 മണി 5 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മനസ്സിലാവുകയും ചെയ്യും, ഓർമ്മശക്തിയിൽ നിൽക്കുകയും ചെയ്യും, എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനും എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും ചെയ്യാറ്. ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കും, മനസ്സിലാക്കി പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കും. പിന്നെ ഈ സൊല്യൂഷൻസ്, മാത്സ് ഒക്കെ സൊല്യൂഷൻസും നമ്മൾ പ്രോബ്ലംസ് സോൾവിങ് ഒക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോബ്ലം ഞാൻ ഇങ്ങനെ ചെയ്ത് തന്നെ പഠിക്കും. പിന്നെ റൈറ്റിംഗ്സ് ആയിക്കോട്ടെ അതും എഴുതി തന്നെ പഠിക്കും, ഈ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ. പിന്നെ കുറെ ഈ മലയാളത്തിൽ ഉപന്യാസം ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കുറെ റിഫർ ചെയ്യും, ടോപ്പിക്സ് ഒക്കെ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് കുറെ റിഫർ ചെയ്തിട്ടൊക്കെ പഠിക്കും. പിന്നെ ഞാൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാത്സ് ടേം 1 എക്സാമിന്റെ സമയത്ത് ചാപ്റ്റേഴ്സ് ഞാൻ ഗൂഗിളിൽ കൊടുത്തു. ഇന്ന ചാപ്റ്റേഴ്സിനെ കൊണ്ട് എനിക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഗൂഗിള് സെറ്റാക്കി തന്നു. ഞാൻ അത് വെച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. 22 ക്വസ്റ്റ്യൻസ് സംതിങ് സോൾവ് ചെയ്തു, ആൻസർ നോക്കി. അങ്ങനെ ഞാൻ പഠിച്ചു. അതും എനിക്ക് കുറച്ചുകൂടെ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചു. സോ പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് കമ്പൽസറി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ തലേ ദിവസം എന്തായാലും ഒരു 8 o'clock 9 o'clock സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. അവൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണ കൂട്ടത്തില. അപ്പോൾ അവളെ ഞാൻ വിളിക്കും. എന്നിട്ട് ഈ മലയാളം ആയിക്കോട്ടെ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇത് എന്നോട് ചോദിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവൾ കുറെ ക്വസ്റ്റ്യൻസ് 1 word ആയിട്ട് ചോദിക്കും, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അവൾ ചോദിക്കും.
അപ്പോ ഓൾമോസ്റ്റ് അവള് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. സോ അങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്ത് കമ്പൈൻ സ്റ്റഡി പോലെ ഞാൻ പഠിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണ മെത്തേഡ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. Okay, very good. Nice presentation. Thank you, Elona, Rose. Thank you very much. So Welcome, sir. I would like to hand over to Anugraha. Yes, Anugraha, you can take over the mic. Yes, Anugraha, you can start. Okay. Good evening, everyone. Good evening. സാർ, ഞാൻ പഠിക്കുന്നത് ആദ്യം വായിക്കുകയാണ് ചെയ്യാറ്. പിന്നെ അത് ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കും. എന്നിട്ടാണ് ഞാൻ പഠിക്കാറ്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ കമ്പയർ സ്റ്റഡി നടത്താറുണ്ട്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസ് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആക്കി വെക്കാറുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്ന പാരഗ്രാഫിലെ അത് തയ്യാറാക്കി വെക്കാറുണ്ട്. പിന്നെ റിവിഷൻ ചെയ്യാറുണ്ട്. എക്സാം ടൈം റിവിഷൻ ആയിരിക്കും. പിന്നെ കൂടുതലായിട്ട് എഴുതിയിട്ടാണ് ഞാൻ പഠിക്കാറ്. വായിക്കാറുണ്ട്, എന്നാലും ഞാൻ കൂടുതലായിട്ട് ഞാൻ എഴുതിയിട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ ഫെബി അങ്കിൾ പറഞ്ഞതോടൊപ്പം ഞാനിപ്പോ ഓഡിയോ കേട്ടിട്ട് ഞാനിപ്പം വായിക്കുന്നത് ഞാൻ ഓഡിയോ ആക്കി വെക്കും. വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ കേൾക്കാറുണ്ട്. അതാണ് കുറച്ചും കൂടി കംഫർട്ട്. അപ്പോൾ നമുക്ക് വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമ്മളിപ്പോ കേട്ട് പഠിക്കുന്നതാണ് നമുക്ക് കുറച്ച് എഫക്റ്റ് ആവുന്നത് എനിക്ക്. പിന്നെ സംശയമുള്ള ഭാഗം ഞാൻ ഹൈലൈറ്റർ വെച്ചിട്ടും അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ പഠിക്കാറുണ്ട്. അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കും. അപ്പോൾ അത് സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതിയിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ അത് ഒട്ടിച്ച് വെക്കും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ഒട്ടിച്ച് വെക്കും. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന തരത്തിലൊക്കെ ഞാൻ ഒട്ടിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. അപ്പൊ പരീക്ഷ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതായിരിക്കും. Okay, very good, nice. Okay, next to whom? നമ്മളെ പ്രസന്റേഷന് ശേഷം നിങ്ങൾ പിന്നെ ഇവിടെ തന്നെ ഇരിക്കണം. ഓരോരുത്തരുടെയും പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് നിങ്ങളോടുള്ള ചില കാര്യങ്ങളുടെ പരസ്പരം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓരോരുത്തരും പറയുന്നത് മറ്റുള്ളവർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ പ്രസന്റേഷൻ ആണ് ആദ്യത്തെ ഫോക്കസ്. ഓക്കെ, സോ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളോടുള്ള ഇന്ററാക്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. സോ ഹു ഈസ് നെക്സ്റ്റ്? Who is ready? Any of you, please? പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹായ് സാർ, ഞാൻ പറയട്ടെ? യെസ്. ഗുഡ് ഈവനിങ് സാർ. നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ ശക്തിപ്പെടുത്താൻ കഴിയും എന്ന് ജോൺ മോറിസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കട്ടെ. മനസ്സിൽ വെല്ലുവിളി ഉയർത്തുക, നമുക്ക് ഹാർഡ് വർക്ക് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക, സ്ഥിരമായി പരിശീലനം എടുക്കുക. ഇതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് കൊണ്ട് ഞാൻ ഒരു പഠന ശൈലികൾക്ക് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഉമ്മീന്റെ കൂടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ സ്ഥിതി സാറിന്റെ ഒരു ക്ലാസ് കിട്ടിയപ്പോ ഞാൻ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. എന്നാലും ഉമ്മീന്റെ അടുത്തൊക്കെ ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ കുറിപ്പും ഫ്ലോ ചാർട്ടും ഡയഗ്രാംസും ഇതൊക്കെ വെച്ചാണ് ഞാൻ പഠിക്കാറുള്ളത്. പിന്നെ
ഞാൻ എൻ്റെ കൂട്ടുകാരിനെ ഒക്കെ വിളിച്ചിട്ട് പഠിക്കാറുണ്ട്. അതൊക്കെ ഗ്രൂപ്പ് ലേണിംഗ്. എനിക്ക് എന്റെ ചലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കൂടി പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു ദിവസം 2 പരീക്ഷ ഒരു ദിവസം വന്നാൽ എല്ലാം അങ്ങ് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ചലഞ്ച്. താങ്ക് യു. Very good. Nice presentation. Okay, thank you, Rizmia. And താങ്ക് യു സാർ. പിന്നെ എനിക്കൊരു വലിയൊരു സന്തോഷം പറയാനുണ്ട്. ഞാൻ അന്ന് നടന്ന yes, ക്വിസിന് എനിക്ക് സമ്മാനം കിട്ടി. പഞ്ചതന്ത്ര സ്റ്റോറീസിന്റെ. very good. Nice. Okay. Then who is next? Who is ready to next? Okay, Aryan. My name is Aryan. I am studying 6th standard in St. Joseph Kuriachara School. ഞാൻ ഇവിടെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാ പഠിക്കാറ്. ഞാൻ വൈകുന്നേരം 6 മണി തൊട്ട് 9:30 വരെയാണ് പഠിക്കാറ്. ഞാൻ വായിച്ച് പഠിക്കും, എഴുതി പഠിക്കും. ഹോംവർക്കൊക്കെ മാത്സ് ഹോംവർക്കൊക്കെ തരും. ഹോംവർക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. എന്നെ വൈകുന്നേരം പഠിക്കാതിരിക്കുമ്പോ എൻ്റെ അമ്മ സഹായിക്കാറുണ്ട്. ഇംഗ്ലീഷൊക്കെ ഞാൻ തന്നെ ഇരുന്ന് പഠിക്കുന്നു. ഏറ്റവും പാടുള്ളത് ഹിന്ദിയാണ്. യെസ്, കൺക്ലൂഡ് ചെയ്തോ ആര്യൻ? കൺക്ലൂഡ് ചെയ്തോ? Okay. Thank you, Aryan. Thank you very much. Thanks. Okay, then who is next? Anushya. Yes, you can start. Anushya, സംസാരിച്ചു. ഞാൻ പഠിക്കാറുള്ളത് എനിക്ക് ബേസിക് ഒക്കെ കുറച്ച് ടഫുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ കുറെ ഫ്ലവേഴ്സിനെ കുറച്ചൊക്കെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. അപ്പം ഞാനൊരു നോട്ട്ബുക്കിൽ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ പാർട്സ് ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും എനിക്ക് അതിനെന്താണ് എനിക്ക് അറിയാവുന്നത് അതൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോൾ എക്സാമിന്റെ സമയത്ത് എനിക്ക് നോട്ട്സ് നോക്കി പഠിക്കുമ്പോൾ അത്ര കിട്ടാറില്ല. അപ്പൊ ഞാൻ ആ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ പഠിക്കുകയും ചെയ്യും. പിന്നെ ക്ലാസ് ടൈമിൽ ഫ്രണ്ട്സായിട്ട് എല്ലാം ഷെയർ ചെയ്ത് പഠിക്കാറും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് എനിക്ക് ഇംഗ്ലീഷ് അതൊക്കെ ഞാൻ ചില സമയങ്ങളിൽ എഴുതി പഠിക്കാറും. മലയാളമൊക്കെ ഞാൻ വായിച്ച് കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ച് പഠിക്കാറും ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ കഴിഞ്ഞ മോളുടെ പ്രസന്റേഷൻ കഴിഞ്ഞ? ഓക്കെ വെരി ഗുഡ്, നൈസ്.